രാഷ്ട്രീയ പ്രവർത്തനം കച്ചവടമല്ല, ബഹുജന സേവനമാണ്. 55 കൊല്ലമായിട്ട് അത് എന്നെ അറിയുന്നവർക്കറിയാം. കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള രൂപത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ആവണം എന്ന് പരമാവധി അതിനോട് നീതി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിക്കാരനാണ്. ഒരു പാർട്ടി പ്രവർത്തനം ഒരു സ്ഥാനത്തിനും മറ്റ് പദവികൾക്കും വേണ്ടി ആഗ്രഹിക്കുന്നതല്ല. പാർട്ടി നിയോഗിക്കുമ്പോൾ നിർബന്ധിക്കുമ്പോൾ അതാണ്. പാർട്ടി സെക്രട്ടറി ആവാനും ആഗ്രഹിച്ചതായതല്ല, പാർട്ടിയുടെ നിയോഗവും നിർബന്ധവും മൂലമാണ് പാർട്ടി ചുമതലകൾ ഏറ്റെടുക്കാറ്. ഒരു സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് മലപ്പുറം ജില്ലയിലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം. എന്നെ അറിയുന്ന കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ ഒക്കെ പ്രവർത്തകന്മാർക്ക് EN മോഹൻദാസ് ആരാന്നാണ്. ഈ അൻവറിനെതിരെ പ്രതിഷേധങ്ങൾ ഇന്നലെ നിലമ്പൂർ എടക്കര ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലൊക്കെ നടന്നിരുന്നു. നിലമ്പൂരും എടക്കരയൊക്കെ പ്രതിഷേധങ്ങൾക്കിടെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് തന്നെ ഇന്ന മുദ്രാവാക്യം വിളിച്ചുകൂടൂ എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഒറ്റപ്പെട്ട രൂപത്തിൽ അതിന് വ്യത്യസ്തമായി ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് വിളിക്കാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളോടൊന്നും പാർട്ടി ലീഡർഷിപ്പ് യോജിപ്പില്ല. അത് നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭാവിയിൽ ആവർത്തിക്കാൻ പാടില്ല, അങ്ങനെ വിളിച്ചത് ശരിയല്ല, അങ്ങനെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൂടാ എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നാളെ അൻവറിന്റെ ഒരു പൊതുയോഗം നിലമ്പൂരിൽ നടക്കാൻ പോകുന്നു. പാർട്ടി അനുഭാവികൾ ഉൾപ്പെടെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. പൊതുയോഗം നടത്താൻ ആർക്കും അധികാരമുണ്ടല്ലോ, മൈക്കോറിന് കിട്ടാനുണ്ടല്ലോ. അൻവർ പൊതുയോഗം നടത്തിയാൽ അതിൽ ആളും ഉണ്ടാവും. കാരണം എന്താണെന്നുണ്ടെങ്കിൽ അതാണ് രീതി. ഇപ്പോൾ MV രാഘവൻ പാർട്ടി ഞങ്ങളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന, എൻ്റെ തലമുറയിൽപ്പെട്ടവരൊക്കെ ഏറ്റവും ബഹുമാനിച്ചിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹം പാർട്ടിയെ വെല്ലുവിളിച്ചു, പാർട്ടി നടപടിയെടുത്തു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം മലപ്പുറത്ത് വന്നു കോട്ടപ്പടി മൈതാനിയില്ല. അന്ന് കോട്ടപ്പടി മൈതാനി ഇപ്പോൾ നിങ്ങളിപ്പോഴുള്ള മാതിരി കൂട്ടിയിടുന്ന മൈതാനിയല്ല, തുറന്നു കിടക്കുന്ന മൈതാനിയാണ്. അവിടെയാണ് വലിയ റാലികൾ നടക്കുക. മലപ്പുറത്തുള്ള ലീഗിൻ്റെയും CPM-ൻ്റെ ഒക്കെ വലിയ സമ്മേളനങ്ങളോടനുബന്ധിച്ചുള്ള വലിയ ബഹുജന റാലികൾ നടക്കുന്ന മൈതാനമായിരുന്നു. ആ മൈതാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പൊതുയോഗം നടന്നത്. അദ്ദേഹം വന്നപ്പോൾ ആ മൈതാനം നിറഞ്ഞ് കവിഞ്ഞ് റോഡിലേക്ക് തള്ളിയിരുന്നു ആൾക്കാർ. MV രാഘവൻ വന്നപ്പോൾ. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരുടെയും ഒരു എന്താ പറയുക, എല്ലാ CPM വിരുദ്ധ പാർട്ടികളും സംഘടനകളും സജീവമായി അണിനിരക്കുമല്ലോ. കാരണം CPM-നെതിരെ അൻവറിൻ്റെ യുദ്ധപ്രഖ്യാപനമാവുമല്ലോ. അപ്പോൾ അതെന്താണെന്ന് കേൾക്കാൻ താല്പര്യത്തിൽ ആളുണ്ടാവും. അപ്പോൾ ആളൊക്കെ ഉണ്ടാവും.